ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. ഹൈദരാബാദ്, സേലം, കോയമ്പത്തൂർ അങ്ങനെയാണ് പോകുന്നത്. ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർ വഴി. നമ്മളെ ഫ്രണ്ട് ഷാലുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പോണ വഴിക്ക് ഇവിടെ ഒരു നല്ല മസാല ദോശ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കും, എന്നിട്ട് പിന്നെ നേരെ പോകും. ഡയറക്റ്റ് കുർണൂൾ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഫസ്റ്റ് ചാർജ് ചെയ്യാനൊക്കെ നിർത്തുന്നത്. ഏകദേശം ഇവിടുന്ന് 200+ കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. ഓക്കെ, ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട്. നല്ലോണം വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇരുന്നു. നമ്മൾ വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു ബെല്ലം കേവ്സ് എന്ന് പറഞ്ഞിട്ടൊരു കേവ് കാണാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അത് എന്തായാലും നടന്നില്ല. ഇനി അതിനേക്കാളും രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞ് നല്ല രസമായിരുന്നു ഇന്നത്തെ പരിപാടികൾ. അതുകൊണ്ട് നമ്മൾ ബെല്ലം കേവ് സ്കിപ്പായി. ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു തിങ്കളാഴ്ച വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിലെത്തണം എന്നാണ് പ്ലാന്. ഇനി വഴിയിൽ എന്തെങ്കിലും പ്ലാന് മാറുന്നുണ്ടെങ്കിൽ അപ്പോൾ തീരുമാനിക്കും. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഞാൻ ഷാലുവിൻ്റെ കൂടെയാണ് പോകുന്നത്. മറ്റൊരു ബാക്കിൽ നമ്മളെ ഡെയിലി ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ശരി. ശ്രീ മല്ലികാർജുന ടിഫിൻ സെൻറ്റർ, ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്നത്. ഇതിപ്പോൾ ഒരു തട്ടുകട സെറ്റപ്പ് ആണെങ്കിലും ഇത് കണ്ടോ, സൊമാറ്റോയിലൊക്കെ ഉണ്ട് ഇവരെ. സൊമാറ്റോ, സ്വിഗ്ഗിയിലൊക്കെ ഇവരുടെ ടിഫിൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ മനസ്സിലാവാതെ എത്ര ഫേമസ് ആണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം തിരക്കിപ്പുണ്ട്. അവൻ പറയും നോമ്പില്ലാത്ത സമയത്തൊക്കെ നല്ല തിരക്കുള്ള സ്ഥലമാണ്, ക്യൂ ആയിരിക്കും എന്നാണ് പറയാറ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ടിഫിൻ കഴിച്ചിട്ട് നമുക്ക് പോവാം. ഹലോ, അപ്പോൾ ഇതാണ് മൈസൂർ ബോണ്ട. ഭയങ്കര സോഫ്റ്റാണ്. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ നല്ല രസമുണ്ട്. ഇത് ചട്നിയിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഏകദേശം ഒരു ഉഴുന്നുവടയുടെ ഒരു പോലത്തെ ഒരു ക്രിസ്പിനെസ് ഉള്ളതാണ്. പക്ഷേ ഉഴുന്നുവടയുടെ പോലെയല്ല ഉൾഭാഗം ഭയങ്കര ബണ്ണ് പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. എങ്ങനെയുണ്ട് മസാല ബോണ്ട? ഏകദേശം ഒരു ബണ്ണും ഉഴുന്നുവടയും പാടെ മിക്സ് ആയ പോലത്തെ ഒരു ഫീലില്ലേ. ഇത് ബട്ടർ മസാല ദോശയാണ്. ഗീക്ക് പകരം ബട്ടർ വെച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട് അജയ്? അടിപൊളി സാധനം. കുറേ കാലമായി ഇങ്ങനത്തെ ഫുഡ് കഴിച്ചതെന്നൊക്കെ അങ്ങനത്തെ ഒരു തോന്നലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫുഡ് ലവറായിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടാകുമ്പോഴുള്ളൊരു ഗുണമാണിത്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്, നമ്മൾ ആഗ്രഹം പറഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ ആ സാധനം നമുക്ക് തരും. അതിന് നമുക്ക് ഷാലുവിനോട് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. താങ്ക് യു ശക്തിമാൻ. മറ്റു സാധനം കൊടുത്തില്ലേ അതിനുള്ള നട്സ്? ആ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ബട്ടർ മസാല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി സാധനം. എന്തുകൊണ്ടാണ് ഇവരെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തതെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവും ഇത് കഴിച്ച് കഴിയുമ്പം. അത്രയ്ക്ക് തിരക്കുള്ള ഒരു കടയാണിത്. നല്ല അടിപൊളി ഫുഡും ഒതൻറ്റിക് ടേസ്റ്റുള്ള ഫുഡും. അപ്പോൾ ആരെങ്കിലും ആന്ധ്രയിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ പറ്റുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒരു മസ്റ്റ് ട്രൈ ആണ് ഇവിടെ. ഞാൻ ചോദിച്ചപ്പോൾ ബാക്കി എല്ലാ ഫുഡും ഇതേപോലെ തന്നെയാണ് തന്നെ പറഞ്ഞത്. പക്ഷേ നമുക്ക് എല്ലാം കൂടി കഴിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടും കഴിക്കാനുള്ള വയറില്ലാത്തതുകൊണ്ടും നമ്മൾ നേരെ വിട്ടു പോകണം. മല്ലികാർജുന ടിഫിൻ സെൻറ്ററിനോട് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മളുടെ യാത്ര തുടരുകയാണ്. ഇനി നേരെ കുർണൂലാണ് സ്റ്റേഷൻ, അടുത്ത സ്റ്റേഷൻ. കുർണൂലിൽ നിന്ന് എത്തുമ്പോഴത്തേനും ഒരു 2:30-3 മണി ആവാനാവും. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ പോകും. ഇതാണ് നെഹ്റു ഔട്ടർ റിംഗ് റോഡ് ഹൈദരാബാദ്. ഇത് ഹൈദരാബാദ് സിറ്റീനെ മൊത്തത്തിൽ സറൗണ്ട് ചെയ്തിട്ടുള്ള ചുറ്റും പോണ ഒരു 158 കിലോമീറ്റർ ലെങ്ത്തുള്ളൊരു റിംഗ് റോഡാണ്. ഇത് 8 ലൈൻ എക്സ്പ്രസ് ഹൈവേ ആണ്. നമ്മളെ ഈ ഹെവി ട്രാഫിക്കിൻ്റെ ഇടയിൽ നമ്മൾക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റോഡാണിത്. നല്ല രസമുള്ള അടിപൊളി റോഡാണ്. 8 ലൈൻ എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ഇവിടുത്തെ സ്പീഡ് റേഞ്ച് എന്ന് പറയുന്നത് 1 to 120 km/h ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിച്ച് മിന്നി പോവാം. ഒരു
158 കിലോമീറ്റർ കവർ ചെയ്യണമെങ്കിൽ നമുക്കൊരു 1 മണിക്കൂറിൻ്റെ 2 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള സമയം മതി ധാരാളം. അപ്പോൾ അതാണ് ഈ ഔട്ടർ റിംഗ് റോഡ്. നമ്മുടെ പുല്ലൂർ എന്നുള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. കുർണൂലിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ അടുത്ത ചാർജിങ് സ്റ്റേഷൻ ഉദ്ദേശിച്ച സ്ഥലമായിരുന്നു കുർണൂൽ. അപ്പോൾ ഇനിയൊരു 5 കിലോമീറ്റർ ഉള്ളൂ അവിടേക്ക്. അപ്പോൾ ഇവിടെ വലിയൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അത് കണ്ടോ, ചാർജ് സോണിൻ്റെ വലിയൊരു ചാർജിങ് സ്റ്റേഷൻ. ഏകദേശം 1, 2, 3, 3x2 6 കാർ ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോന്ന് 120 കിലോവാട്ട്, 60 കിലോവാട്ട്, 60 കിലോവാട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷൻസാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇവിടെ കുർണൂൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈദരാബാദ് ബാംഗ്ലൂർ ഹൈവേയിൽ നമുക്ക് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതേപോലെ വേറെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ആ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏകദേശം സമയം 2 മണിയാണ്. അപ്പോൾ ഞങ്ങൾ അതേപോലെ ഫുഡിൻ്റെ ടൈമിൽ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ യാത്ര തുടരും. ഇന്ന് നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാം. ഓക്കെ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പുല്ലൂർ ടോൾ പ്ലാസേൻ്റെ അടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു റീഫ്രഷിങ് സോൺ. നമുക്ക് ഇവിടെ ഇരിക്കാനും സംസാരിക്കാനും ചായ കുടിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഷോപ്പിങ്ങിന് പറ്റിയ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ടേസ്റ്റ് ഉണ്ട്. നമ്മളപ്പോൾ ഇന്ന് പറഞ്ഞത് ബോൺലെസ് ചിക്കൻ 65 സെമി ഡ്രൈയും ഒരു ബട്ടർ നാനും പിന്നെ 2 ചിക്കു ഷേക്കും, ചിക്കു ഷേക്കല്ല ചിക്കു ജ്യൂസാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് നമ്മളെ മട്ടൻ സോൾട്ട് ആൻഡ് പെപ്പർ ഫ്രൈ. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളി. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ മട്ടൻ മട്ടൻ പെപ്പർ സോൾട്ട് അടിപൊളിയായിട്ടുണ്ട്. മട്ടൻ സാധാരണ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ്, പക്ഷേ ഇത് അടിപൊളിയായി. നല്ല രസമുണ്ടല്ലേ? നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിഷ് ഇപ്പോൾ അവിടുന്ന് കഴിച്ചതല്ല. ഇതല്ല, ഞാൻ ആദ്യമായിട്ടാണ് മട്ടൻ കൊണ്ടിങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ. ഫൈബറി അല്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. സാധാരണ ഇതൊക്കെ ഒരു ഫൈബറി ആയിട്ടുള്ള നല്ലവണ്ണം കുക്കായതാണ്, പക്ഷെ നല്ല ഡ്രൈയാണ്. അതിൻ്റെ രസം ടേസ്റ്റ് ഉണ്ട്. നമ്മളെന്തായാലും മട്ടൻ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് പായസത്തിന് നോമ്പാണ്. അപ്പോൾ മട്ടൻ കുറച്ച് പാഴ്സൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പായസനെ കൊണ്ടും കൂടി തീറ്റിക്കണം. കാരണം ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടൈപ്പല്ല. നല്ല രസമുള്ള സാധനമാണ്. നമ്മുടെ തുംഗഭദ്ര റിവറിൻ്റെ മുകളിലുള്ള ബ്രിഡ്ജ്. നമ്മൾ ഹംപിയിലൊക്കെ ഉള്ള റിവറാണിത്. ഇപ്പോൾ ബാംഗ്ലൂർക്ക് എത്ര കിലോമീറ്റർ? ഏകദേശം 290 ആ റേഞ്ചിലാവും അല്ലേ? അപ്പം നമ്മൾ ബാംഗ്ലൂർ പോയോണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ പോണ വഴിക്ക് നമ്മൾ പല പല കൃഷികളും കൃഷിപ്പാടങ്ങളും ഒക്കെ കണ്ടു. അപ്പോൾ അതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാടാണ് ഈ കാണുന്നത്. ഇത് നമ്മളെ കോട്ടനാണ്. നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യുന്ന കോട്ടൺ ഉണ്ടല്ലോ, മുറിയാകുമ്പോൾ തുടയ്ക്കാനും ഇതാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന, പല പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന കോട്ടൻ്റെ പാടാണ്. എടാ ശ്രദ്ധിച്ചോ, അവിടെ മുള്ളുണ്ട് ഗൈസ്. കാലുമ്പോൾ ചെറുതായിട്ട് മുള്ള് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുള്ളെടുക്കട്ടെ. അപ്പോൾ കോട്ടൻ്റെ പാടാണ് ഈ കാണുന്നത്. അതൊന്ന് നോക്കാം. ഇവിടെ ഈ പറഞ്ഞ പോലെ കണ്ണെത്താ ദൂരത്തോളം കോട്ടൺ പാടം അങ്ങോട്ടും ഉണ്ട്, ആ സൈഡിലേക്കും ഉണ്ട്. പിന്നെ ഇടയിൽ കുറച്ച് ഗ്യാപ്പൊക്കെ കാണാം, പക്ഷെ അങ്ങോട്ട് നല്ല ദൂരത്തേക്ക് കോട്ടൺ പാടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കോട്ടൺ. കണ്ടോ, ഇങ്ങനെയാണ് കാണണ്ടോ? ഇതാണ് നമ്മളെ കോട്ടൺ. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി വിരിഞ്ഞിരിക്കുകയാണ്. ഈ കോട്ടനാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുക? നമ്മൾ ക്ലിനിക്കലി മുറി ആയി കഴിഞ്ഞാൽ മുറി ഡ്രസ്സ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പല പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന കോട്ടനാണിത്. പിന്നെ ഖാദി അല്ലേ, അതിനൊക്കെ നമ്മളെ ഡ്രസ്സ് തുണിത്തരങ്ങൾ ഉണ്ടാക്കാനും അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ കോട്ടൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. ഒരു വെള്ള പൊട്ടുകൾ ഇങ്ങനെ ഫുള്ള് പരന്ന് കിടക്കുന്ന പോലെ നല്ല രസമുണ്ട് ഇത് കാണാൻ.
നോക്ക് നോക്ക് നോക്ക്, നമ്മള് പാലക്കാട് എത്തിട്ടാ. ആന്ധ്രാപ്രദേശിലെ പാലക്കാട്. നമ്മളിപ്പോ പലപ്പോഴും ഇപ്പൊ കേരളത്തിൽ നിന്ന് വിട്ടിട്ട് ഇപ്പൊ ഗോവ, മഹാരാഷ്ട്രയിലൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരും നമ്മുടെ മലപ്പുറത്തുള്ള പല സ്ഥലങ്ങളും കാണുന്ന പോലെ തന്നെ അതേ ഫീലാണ്. ഇപ്പൊ ഇതേപോലത്തെ സ്ഥലങ്ങൾ ഈ മറ്റേ വരണ്ട ഭൂമിയും ഇതെല്ലാം കാണുമ്പോ പാലക്കാട് ഇതൊക്കെ എല്ലാത്തിൻ്റെ ഒരു മിനിയേച്ചർ കുഞ്ഞു ഗ്രൂപ്പാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ നാട്. ചില സ്ഥലത്തൊക്കെ പോകുമ്പോ നമ്മളെ നാടിനെ പോലെ തോന്നും. പക്ഷെ ചില സ്ഥലത്ത് പോകുമ്പോ നമ്മള് വേറെ ഏതോ ലോകത്തുള്ള മറ്റേ ആ മലയുടെ സൈഡിലുള്ള ആ കെട്ടിടങ്ങളല്ലേ. പിന്നെ നമ്മള് ഗുജറാത്തിൽ നിന്ന് ഹൈദരാബാദ് പോണ വഴിക്ക് ഇവിടെ ഉണ്ടല്ലോ ബീദർ, അവിടേക്കൊക്കെ പോയ അവിടുത്തെ ഒരു ഹൈവേ ഉണ്ടല്ലോ, ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ. ഫോറസ്റ്റ് ഏരിയ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഫോറസ്റ്റ് ആയിരുന്നില്ല, വെറും കല്ലും ഇതും ചെടികളൊക്കെ ഉള്ള ആ ഒരു ഏരിയ. എന്ത് രസമായിരുന്നല്ലേ അതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും ഇത് ഏതാ സ്ഥലം, ഇത് പാകിസ്ഥാനാണോ കസാഖിസ്ഥാനാണോ, അങ്ങനത്തെ ഒക്കെ ഒരു ഫീലായിരുന്നു. ഇത് നമ്മളെ നാടേ അല്ല എന്നുള്ള പോലത്തെ ഒരു ഫീല് വന്നിരുന്നു. ഓരോ സ്ഥലം ഓരോ പോലെയാണ്. നമ്മളെ ഇന്ത്യ എന്ന് പറഞ്ഞാല് ചില ആൾക്കാർ പറയുമല്ലോ യാത്ര ചെയ്യുമ്പോൾ ഏത് സ്ഥലത്താണ്. ഇപ്പൊ സന്തോഷ് ചോറുകൾ ഇങ്ങനെ ഒരാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏത് രാജ്യമാണ് കാണേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാന്ന്. അപ്പോൾ മുമ്പര് പറഞ്ഞത് തന്നെ നിങ്ങൾ ആദ്യം ഇന്ത്യ മൊത്തമായിട്ട് കാണും. ഇന്ത്യ കണ്ടാൽ തന്നെ നിങ്ങളൊരു ലോകം ഫുള്ള് കണ്ട പോലെയാണ്. കാരണം ഇന്ത്യയിൽ എല്ലാം ഉണ്ട് മിനിയേച്ചറായിട്ട്. നമ്മളെ കാശ്മീരാണെങ്കിലും മഞ്ഞുമലകളും അതും കാണാനാണെങ്കിലും, കേരളത്തിലേക്ക് വന്നാലും ഗോവയ്ക്ക് വന്നാലും ബീച്ചും അതും എല്ലാം ആയിട്ട്, മരുഭൂമിയാണെങ്കിലും എല്ലാം ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതേപോലെയാണ് നമുക്ക് ഈ ഒരു യാത്രയിൽ ഞങ്ങൾ പല പല ടെറൈൻസിൽ കൂടെ യാത്ര ചെയ്തു, പല പല കൾച്ചറുകൾ കണ്ടു, പല പല ആൾക്കാരോട് മീറ്റ് ചെയ്തു. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിപ്പോൾ എന്താ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങളൊരു ഇപ്പോൾ സഹായ മനസ്കതയുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് നൈറ്റ് ഡ്രൈവിലാണ് നമ്മൾ ഹൈദരാബാദിലേക്ക് വരാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ മഹാരാഷ്ട്ര ബോർഡറിൽ എത്തിയപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചാർജ് ചെയ്യാൻ നിർത്തി. അപ്പോൾ അവിടുന്ന് ഒരു ആളുണ്ടായിരുന്നു, ഒരു ഫാമിലി അല്ലേ. ഹലോ, ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരാണ്, സമയം 3 മണി. അപ്പോൾ പെട്ടെന്ന് ഒരു വാണിംഗ് കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ ടയർ പ്രഷർ ഇല്ല, റിയർ ബാക്കിലെ ടയർ പ്രഷർ ഇല്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആണി ഉണ്ടോ, ഇവിടെ ഒരു ആണി കുത്തിയിട്ടുണ്ട്, കാറ്റ് പോകുന്നുണ്ട്, ടയർ പ്രഷർ കുറച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി വേറെ വഴിയൊന്നുമില്ല, ടയർ മാറ്റണം. അപ്പോൾ നമ്മളെ ബെഡ് സെറ്റ് ചെയ്ത ബെഡൊക്കെ മാറ്റിയിട്ട് ടയർ എടുക്കാൻ പോവാണ്. ചെറിയ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത്ര ശക്തിയുള്ള ഹലോ, അപ്പോൾ നമ്മൾ ടയറൊക്കെ മാറ്റി പുതിയ സ്റ്റെപ്പിന് ടയർ ഇട്ടു. ഇനി മൈസൂരിക്ക് നേരെ പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:06 മൈസൂർ എത്തിയിട്ട് നമുക്ക് പഴയ ടയർ ഉണ്ടല്ലോ അതിൻ്റെ പഞ്ചർ ഒട്ടിക്കാൻ പറ്റുകയാണെങ്കിൽ പഞ്ചർ ഒട്ടിച്ചിട്ട് ആ ടയർ തന്നെ കയറ്റണം. കാരണം ഇത് 16 ഇഞ്ച് ടയറാണ്, മറ്റേത് 18 ഇഞ്ച് ടയറാണ്. അപ്പോൾ നമുക്കൊരു 80 കിലോമീറ്ററിൻ്റെ മുകളിൽ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല, എത്ര ഹൈവേ ആണെങ്കിലും. പിന്നെ അത് വണ്ടിയുടെ റൈഡിങ്ങിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമുക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നൊന്നുമില്ല അല്ലേ അജയ്? വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഒന്നും വരുന്നൊന്നുമില്ല. പക്ഷെ സ്പീഡ് പോകരുതെന്നൊക്കെ അതിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 60-70 km/h മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പോക്കേ പോകുന്നുണ്ടാവുള്ളൂ. എന്തായാലും മൈസൂർ എത്തിയിട്ട് ടയർ മാറ്റി പഴയ തന്നെ ആക്കാൻ നോക്കണം. ഹലോ, അപ്പോൾ നമ്മൾ ഇവിടെ മൈസൂർ എത്തി. ഏകദേശം 9:30 കഴിഞ്ഞു ഇപ്പോൾ സമയം. ടയർ പഞ്ചർ ഒട്ടിച്ച് ഒക്കെ സെറ്റാക്കിയിരിക്കുകയാണ്. ഇനി ടയർ രണ്ടാമത് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോവും. ഇന്നലെ നല്ല ക്ഷീണമായിരുന്നു, ഒടുക്കത്തെ ടയേർഡ്നെസ് എന്ന് പറയാൻ പോരാ, ഉറങ്ങി തൂങ്ങിയാണ് വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വണ്ടി സൈഡാക്കി. തീരെ കഴിയില്ല മനസ്സിലായപ്പോൾ എല്ലാവരും പറയണത് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ.
അപ്പോൾ അതേപോലെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നു, വണ്ടി സൈഡാക്കിയിട്ട് കിടന്നുറങ്ങി. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് ഇവിടെ എത്താൻ. ഇവിടെ എത്തിയതിന് ശേഷം ഇപ്പോൾ ഫുഡ് കഴിച്ചു, ഇനി പഞ്ചർ ഒട്ടിച്ചു, ഇനി ടയർ മാറ്റിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോകണം. ഇനി ഒരു ഒറ്റ സ്ട്രെച്ചിൽ പോവാണ്. നമ്മുടെ ഫായിസിന് നല്ല ക്ഷീണമുണ്ട്. ഫായിസ് കിടക്കുന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ? പുള്ളി നല്ല ഉറക്കത്തിലാണ്. ഇപ്പോഴും എണീറ്റിരുന്നുണ്ട്. അവൻ്റെ മുകളിലപ്പോൾ ലഗേജൊക്കെ വെച്ചത് ടയർ എടുക്കേണ്ട കാരണം കൊണ്ടേ. അപ്പോൾ ഇനി ടയർ മാറ്റിയതിന് ശേഷം നമ്മൾ നേരെ പോവും. എല്ലാ സ്കൂളിൽ വരുന്ന പിള്ളേരും ടൂർ കോർഡിനേറ്റേഴ്സ്. മൈസൂർ ഞാൻ വളരെ പണ്ട് വന്നതാണ്. നമ്മുടെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഞാനൊരു 2013 ആ സമയത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് കസിൻസൊക്കെ പണ്ട്. നമുക്ക് പാലസ് ആട്ടോ, പാലസ് ഉണ്ടോ? മൈസൂർ പാലസ് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ പാലസിൻ്റെ മതിലാണ് ഈ കാണുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെത്തി, ഗൂഡല്ലൂരെത്തി. അപ്പോൾ ഇവിടെ ഒരു ജീൻ പൂൾ ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മൾ ആ റോഡിൽ നിന്ന് കാണാം. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് മുകളിലേക്ക് ഒരു റോഡാണ്. അപ്പോൾ അതൊരു കുറച്ച് ഓഫ് റോഡാണ്, ഒരു 1 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമ്മളാരും അവിടേക്ക് പോയിട്ടില്ല. അപ്പോൾ അതെന്താണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അവിടേക്കുള്ള വഴിയാണ്. അവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് ടവർ. വ്യൂ ഒക്കെ നല്ല രസമുണ്ടല്ലേ. സോ ഫ്രണ്ട്സ്, നമ്മുടെ യാത്ര ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ജീൻ പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെയാണുള്ളത് ഗൂഡല്ലൂർ. അപ്പോൾ നമ്മളെ ലാസ്റ്റത്തെ ഫുഡും, അതായത് ട്രാവൽ റോഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റത്തെ ഫുഡ് നമ്മളിവിടെ ഉണ്ടാക്കി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകും. ഇന്ന് വൈകുന്നേരം നോമ്പ് തുറയും പരിപാടികളൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അജയ് ഇവിടെ ഏത് ഫുഡ് ഉണ്ടാക്കണം, എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം 2:45 ആയി. ഒരു 4:30-5 മണി ഒക്കെ ആകുമ്പോൾ വീട്ടിലെത്തണമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ഫുഡും കൂടി ഉണ്ടാക്കിയിട്ട് ഒരു നോമ്പ് തുറേൻ്റെ സമയമാകുമ്പോഴത്തേനും വീട്ടിലെത്താനാണ് പ്ലാന്. मुस्कुराहटे हैं बिखरी जहां से गम का मौसम गया.